ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ടീ കേക്ക് ഉണ്ടാക്കിയാലോ? നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിപ്പോൾ ചക്ക കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴമോ മാങ്ങയൊക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 അച്ച ശർക്കരയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് മെൽറ്റായ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഫുള്ള് അച്ച ശർക്കരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം ചേർക്കണം. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര ഈ കപ്പ് ഇവിടെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുരുവെല്ലാം കളഞ്ഞ 2 കപ്പ് ചക്ക. നല്ല പഴുത്ത മധുരമുള്ള ചക്ക തന്നെയാണിത്. ചക്കച്ചുള മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് തണുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ് കേട്ടോ. ചൂടോട് കൂടി തന്നെ ചേർക്കരുത്. തണുത്തതിന് ശേഷമാണ് നമ്മൾ ചക്കയിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ചക്കയൊക്കെ നല്ല പോലെ ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു വലിയ മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നല്ല ചക്കയുടെ ഫ്ലേവറുള്ളൊരു കേക്കാണ് കേട്ടോ അത്. നമ്മുടെ കയ്യിൽ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ള ഹെൽത്തി ആയ കേക്കാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. മൈദയല്ല കേട്ടോ നമ്മൾ ചേർക്കുന്നത്, റവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരി അതുപോലെ ബ്രൗൺ മുന്തിരി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ വെച്ച് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ ഡയറക്ഷനിലോട്ട് വേണം അതൊന്ന് ഇളക്കിയെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും, ചിലപ്പോൾ കേക്ക് ഹാർഡായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കേക്ക് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നെയ്യാക്കി കൊടുക്കുന്നത്. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിലാക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പാനിലേക്ക് കേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊരു പാന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ കേക്ക് പെട്ടെന്ന് ബേക്ക് ആവുക. അപ്പോൾ 10 മിനിറ്റ് ചൂടാക്കിയ പാനിൻ്റെ മുകളിലേക്കാണ് ഞാനിപ്പോൾ കേക്ക് ടിൻ വെച്ചിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു 40-45 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഒരു 40 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കുക്കായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 45 മിനിറ്റാണ് കേട്ടോ അത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കുക്കാവാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കൊന്നും വേണ്ട, അതുപോലെ തുറന്നു വെച്ച് തന്നെ അടിവശം ഒന്ന് ഇങ്ങനെ മുരിപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തപ്പോൾ ഇതൊന്ന് വിണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്നാലും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ചക്കയുടെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കുന്നൊരു കേക്കാണ്. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ചിലപ്പോൾ നട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഇതിൽ കിട്ടുന്നില്ല. എന്നാലും പ്രശ്നമല്ല, നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്